നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 29th January ഷിഫ്റ്റ് 1ൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. The standard reduction potential values of some of the P block ions are given below. Predict the one with the strongest oxidizing capacity. ഏതാ ചാപ്റ്റർ മക്കളെ? ഇലക്ട്രോ കെമിസ്ട്രി ആണ് ചാപ്റ്റർ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന ടോപ്പിക്കിൽ നിന്നാണ്, ഇലക്ട്രോ പൊട്ടൻഷ്യൽ എന്ന ടോപ്പിക്കിൽ നിന്നാണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ട്. SN4+ തന്നിട്ടുണ്ട്, TL3+ തന്നിട്ടുണ്ട്, അലൂമിനിയത്തിന് തന്നിട്ടുണ്ട്, ലെഡിൻ്റെ തന്നിട്ടുണ്ട്, താലിയം, ടിൻ, അലൂമിനിയം, ലെഡ് എല്ലാം തന്നിട്ടുണ്ട്. സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് കപ്പാസിറ്റി. സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ നോക്കിക്കേ മക്കളെ, ഒരു നല്ല ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ബാക്കിയുള്ളവരെ ഓക്സിഡൈസ് ചെയ്യും, എന്നിട്ട് സ്വയം പെട്ടെന്ന് റെഡ്യൂസ് ആവും. സ്വയം റെഡ്യൂസായി ബാക്കിയുള്ളവരെ ഓക്സിഡൈസ് ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ബെറ്റർ ദി ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഹയർ ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ബെറ്റർ ദി ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഒരാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഹൈ ആണെങ്കിൽ അയാളൊരു നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആർക്കാണ് മക്കളെ? PB4+ എന്നല്ലേ? ഇതല്ല ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളത്. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. 4th one ആണ് ആൻസർ ആയിട്ട് വരിക. ഏറ്റവും ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഏറ്റവും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതേപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഒരാളുടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ സ്വയം പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് ബാക്കിയുള്ളവരെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ ഓക്സിഡൈസിങ് ഏജൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്, ഓക്സിഡൈസിങ് കപ്പാസിറ്റി. അതായത് ബാക്കിയുള്ളവരെ ഓക്സിഡൈസ് ചെയ്ത് സ്വയം റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൽ PB4+ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ?